ഹലോ. ചില സാധാരണ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ തട്ടുകടകളിൽ നിന്നും നമ്മൾ ബീഫ് റോസ്റ്റും പൊറോട്ടയും കഴിക്കാറില്ലേ? നല്ല കറുത്ത നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി. അതേപോലത്തെ ഒരു ബീഫ് കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ബീഫാട്ടോ എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മീഡിയം സൈസിൽ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ വെളുത്തുള്ളി അല്ലികളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 6 പച്ചമുളകാണ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ മസാലകളെല്ലാം ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് ബീഫിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കൈ നന്നായി വാഷ് ചെയ്തിട്ട് ഈ മസാല ബീഫിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്റ്റൗമേ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാളയാണ്. ഇനി ഒരു വലിയ പാനിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി മുളക് പൊടി ഇതിലേക്ക് ചേർക്കരുത്. മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച ബീഫ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ബീഫിൽ കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയതിന് ശേഷം കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യണം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാതെ വേവിച്ചെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയെല്ലാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും കഴിക്കാം. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.